ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കേക്ക് നമ്മൾ ആൽക്കഹോളോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ കടായിൽ വെച്ചോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് കടായിൽ വെച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ കുറേയധികം അതിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചീകി എടുക്കണം. ഞാൻ ഇതുപോലുള്ളൊരു ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ചീകി എടുക്കുന്നത്. നമ്മൾ ഈ തൊലി ഇങ്ങനെ ചീകി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തൊലി എടുക്കുമ്പോൾ മുകളിലെ ഓറഞ്ച് കളറിലെ മാത്രം എടുക്കാൻ പാടുള്ളൂ, അടിയിലെ വെളുത്ത ഭാഗം എടുക്കരുത്. ഞാനിവിടെ ഒരു ചെറിയ ഓറഞ്ചിന്റെ പുറത്ത് തൊലിയാണ് ഇതുപോലെ ചീകി എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ചീകി വരുമ്പോഴത്തേക്കും വെള്ള ഭാഗം വരുമ്പോഴത്തേക്കും നിർത്തിയിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ ചീകി എടുത്താൽ മതി. ഇപ്പോൾ ഓറഞ്ചിന്റെ തൊലി ഈ കാണുന്ന പോലെ ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കേക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ബട്ടറാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ബട്ടറാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് ഞാനിത് പുറത്തെടുത്ത് വെക്കും. നമ്മൾ ബട്ടറും മുട്ടയൊക്കെ കേക്കിനായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും തണുപ്പ് മാറിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആണ്. ബദാം അരിഞ്ഞത് 25 ഗ്രാം, ബ്ലാക്ക് റൈസിൻസ് 100 ഗ്രാം, ട്യൂട്ടി ഫ്രൂട്ടി 50 ഗ്രാം. ബദാമും കാഷ്യൂനട്ടും ഡേറ്റ്സ് മാത്രം നമ്മൾ ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. റൈസിൻസ് രണ്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് റൈസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുന്തിരിയുടെ ചെറിയ നെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. 100 ഗ്രാം ഡേറ്റ്സ് ചോപ്പ് ചെയ്തത്, 50 ഗ്രാം ഗോൾഡൻ റൈസിൻസ്, കാഷ്യൂനട്ട്സ് ചോപ്പ് ചെയ്തത് 75 ഗ്രാം. കേക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്, 1 കപ്പ് ഫ്ലവറും. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കേക്കിന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കുന്നതിന് സമയത്ത് തന്നെ ഓറഞ്ച് ജ്യൂസ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് ട്രഡീഷണൽ രീതിയിൽ റമ്മിൽ സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളത് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിന്റെ തൊലിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പട്ട, കറിവേപ്പ്, ഏലക്ക, ജാതിക്കയുടെ ഒരു കഷ്ണവും കൂടി ഇട്ട് പൊടിച്ചു വെച്ചതാണിത്. ഇതുപോലെ പൊടിച്ചതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസ് കാലത്തൊക്കെ നമുക്ക് ഈ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാം. ഇനി പൊടിച്ചെടുത്ത മസാലപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ടൊരു ബൗളിന്റെ പുറത്തേക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസ് മിക്സിൽ നിന്ന് 3/4 ടീസ്പൂൺ സ്പൈസ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ബാക്കി വരുന്ന ഈ തരി നമുക്ക് മാറ്റിക്കളയാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എപ്പോഴും പുറത്തെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടറും ബ്രൗൺ ഷുഗറും കൂടെ നല്ല സോഫ്റ്റ് ആയി ഒരു ലൈറ്റ് കളറായി വരുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബ്രൗൺ ഷുഗറും ബട്ടറും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 വലിയ മുട്ടയാണ്. അതിൽ ആദ്യം ഒരു മുട്ട ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി അടുത്ത മുട്ടയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റില കൊണ്ട് വീണ്ടും ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ബട്ടറും മുട്ടയും കൂടെയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല.
നമ്മൾ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര കരിച്ച് പാനിയാക്കി എടുക്കുന്നതാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ പഞ്ചസാര കരിച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി കാണിച്ചിട്ടുണ്ട്. ഒട്ടും അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൽ മസാലയൊക്കെ പൊടിക്കുന്നതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കാരമൽ സിറപ്പ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. കാരമൽ സിറപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആയിരുന്നില്ല, അതുകൊണ്ട് ആ ഭാഗം ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകം അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കാം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കും. ബാറ്ററി കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഇരിക്കാനായിട്ട്, എന്നാൽ മാത്രമേ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. കേക്ക് ഉണ്ടാക്കുന്ന ഒരു 6 ഇഞ്ചിന്റെ ടിന്നിലാണ്. അത് ഞാനിവിടെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പാനിൽ നല്ലപോലെ ബട്ടർ പുരട്ടിയതിന് ശേഷം പാനിന്റെ നടുക്ക് മാത്രമാണ് നമ്മൾ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പാനിന്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന ബാറ്റർ എല്ലാം ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക. കേക്ക് നമുക്ക് പാനിൽ വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാനിൽ വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കേക്ക് ടിൻ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഇതുപോലുള്ളൊരു സ്റ്റീലിന്റെ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് കൊടുക്കാം. ഇനി പാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യണം. പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ കേക്ക് ടിൻ ഇതിൽ ഇറക്കി വെക്കാൻ പാടുള്ളൂ. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കൈയൊക്കെ സൈഡിൽ തട്ടാതെ ശ്രദ്ധിക്കുക. നല്ല ചൂടായി കിടക്കണായിരിക്കും പാൻ. വീണ്ടും പാൻ മൂടി വെച്ച് നമുക്ക് 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 5 മിനിറ്റിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 1 മണിക്കൂർ തുടങ്ങി 1.25 മണിക്കൂർ വരെ നമുക്ക് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്കിന്റെ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കേക്കിന്റെ അകത്തെ ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടുകയുമില്ല. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റി നമുക്കൊന്ന് നോക്കാം കേക്ക് പാകമായിട്ടുണ്ടോന്ന്. അതിനു മുമ്പ് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി വെച്ചൊന്ന് പതുക്കെ കുത്തി നോക്കുക. അപ്പൊ കത്തിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി നമ്മൾ കുക്ക് ചെയ്യുക. ഞാനിവിടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇവർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നതിന് ശേഷം ഒന്ന് കുത്തി നോക്കാം. കുക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കേക്കിന്റെ മിഡിൽ ഭാഗത്ത് തന്നെ കുത്തി നോക്കുന്നതാണ് നല്ലത്. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുത്ത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഓവനിൽ കുക്ക് ചെയ്യുന്ന വിധം കൂടി ഞാൻ പറഞ്ഞു തരാം. ഓവൻ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 175 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ തുടങ്ങി 1.25 മണിക്കൂർ വരെ ബേക്ക് ചെയ്യുക. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ചൂടോടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഈ കേക്ക് ഒരു ദിവസം ഇരുന്ന് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ വളരെ രുചികരമായി നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിലോ പ്രഷർ കുക്കറിലോ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.